പച്ചരിയോ ചോറോ അവിലോ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അരി ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കാം. എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ചെറുപയർ പരിപ്പാണ്. അപ്പോൾ നമ്മൾ സാധാരണ പ്രഥമനൊക്കെ വെക്കുന്ന ചെറുപയർ പരിപ്പാണ്. അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് മാത്രം മുഴുവനായിട്ടുള്ള ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇത് ഏകദേശം ഒരു 5-6 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരക്കുമ്പോൾ മിക്സി ചൂടാവില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാനും പറ്റുമേ. അല്ലെങ്കിൽ പുറത്ത് തന്നെ നിങ്ങൾ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. സാധാരണ ഇഡ്ഡലിക്ക് അരയ്ക്കുന്നത് പോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കരുത്. ഇനി അത് നമുക്ക് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. നമ്മളിതിൽ അരി ചേർക്കുന്നില്ല, അതുപോലെ ചോറോ അവിലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തണുത്ത കാലാവസ്ഥയിലൊക്കെ മാവ് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി. നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കയ്യിലുള്ള നല്ല ബാക്ടീരിയ നമ്മളെ ഈ ഒരു മാവ് നല്ലോണം പതഞ്ഞ് പൊങ്ങാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നല്ലപോലെ പൊങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 8 മണിക്കൂർ നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേന്ന് രാത്രി അരച്ച് വെച്ചിട്ട് ഇനി ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം. അപ്പോൾ ഇത് രാവിലെ നോക്കുമ്പോൾ നല്ലപോലെ തന്നെ മാവ് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് കേട്ടോ ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മാവൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ അരി വേണം, ചോറ് വേണം, അല്ലെങ്കിൽ അവിൽ ചേർക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. മാവ് നല്ല പോലെ തന്നെ നല്ല വെണ്ണ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ കണ്ടില്ലേ നിങ്ങൾ, നല്ല പോലെ തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് ഒന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് വീണ്ടും നമുക്ക് ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാവ് നല്ലപോലെ തന്നെ പതഞ്ഞ് പൊങ്ങി കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണ ചട്നി പോലെയല്ല കേട്ടോ. ഇത് നമ്മൾ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാട്ടോ അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ഇഡ്ഡലി എന്ന് പറയുന്നത് തന്നെ ഒരുപാടങ്ങ് പുളിച്ച് പൊങ്ങി വന്ന ഇഡ്ഡലി അല്ല കേട്ടോ. ഇതിന് പുളിരസം അധികം ഉണ്ടാവില്ല, പുളി തീരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ആ ഒരു ദോശക്കും ഇഡ്ഡലിക്കും മാത്രമേ നമുക്ക് ഈ ഒരു ചട്നി തയ്യാറാക്കി എടുക്കാൻ പറ്റൂലേ. ഒരുപാട് മാവ് പുളിച്ച് പൊങ്ങി വന്ന പുളി ടേസ്റ്റുള്ള ആ ഒരു ഇഡ്ഡലിക്കും ദോശക്കൊന്നും ഈ ഒരു ചട്നി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അധികം പുളിയില്ലാത്തതിന് മാത്രം നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഒരു 1/4 കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു 5-6 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള മുളകുണ്ടല്ലോ, നമ്മുടെ കായ്മുളക്, അത് വേണമെങ്കിലും ചേർത്താൽ മതി. 2-3 കായ്മുളക് ചേർത്താൽ മതിയാകും. അതും കാശ്മീരി മുളക് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ല കളറും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാനിതിൽ മുളക് പൊടി ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ മുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല പുളിയുള്ള മോരാണ്. അപ്പോൾ ഈ നല്ല പുളിയുള്ള മോരാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പുളിയുള്ള ദോശക്കും ഇഡ്ഡലിക്കും എടുക്കരുതെന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ രണ്ടും കൂടിയും ഭയങ്കര പുളിയായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചട്നിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തക്കാളി ഉള്ളിയൊന്നും വാട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടുള്ള ചട്നി അല്ല കേട്ടോ, കുറച്ച് ലൂസാണിത്, എന്നാൽ ഒരുപാടങ്ങ് ലൂസുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്നതന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നത്. പച്ചവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചട്നിക്ക് ഒരു പച്ച ചൊവയുണ്ടാകും. നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ വഴറ്റിയെടുക്കുന്ന ഒരു ഇതല്ല കേട്ടോ, ചട്നിയല്ല. സിമ്പിളായിട്ട് ഇതിലേക്ക് കടു വറുത്തിടുക മാത്രമേ ചെയ്യുന്നത്. അതുകൊണ്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നില്ല. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചട്നി എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല പുളിയുള്ള മോരായതുകൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ നമ്മളിത് രാവിലെ ഉണ്ടായി കഴിഞ്ഞാൽ മോരാകുമ്പോൾ ഉച്ചക്കാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടിയും പുളിക്കുമല്ലോ, അപ്പോൾ ചോറിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് ഉച്ചയ്ക്ക് യൂസ് ചെയ്യാം, എളുപ്പത്തിൽ പണി തീരുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടിയും പുളീൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. മോര് കുറച്ചും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങേൻ്റെ കൂടെ ചെറിയുള്ളി ചേർക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിതിൽ ഉള്ളി ചട്നി എന്ന് തന്നെ പറയുന്നത്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരിത്തിരി എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മുളക് പൊടി ചേർത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എത്രത്തോളം ലൂസാക്കിയിട്ട് വേണോ അതിനനുസരിച്ച് ലൂസാക്കി എടുക്കാം. ഒന്ന് ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി പണിയൊക്കെ കഴിഞ്ഞു, നമുക്കിനി ഇതിൽ വറുത്തിടാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എള്ളെണ്ണയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് വറുത്തിടാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ എള്ളെണ്ണ എടുക്കുന്നത് ചട്നിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ കറിക്ക് കുറച്ചും കൂടിയും കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടാക്കുന്ന സമയമുണ്ടല്ലോ, കടുക് പൊട്ടിച്ച് ലാസ്റ്റ് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വറുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു ചട്നി തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണ്. രാവിലെയൊക്കെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചോറിൻ്റെ കൂടെയെല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ചട്നി റെഡിയായി. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഇഡ്ഡലിക്ക് ഞാൻ വെള്ളം വെച്ചിട്ട് കുറച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തട്ട് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ പുരട്ടി കൊടുക്കാം. ബട്ടർ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇഡ്ഡലിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു തട്ടിൽ നിന്ന് വിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം ചൂടായതിന് ശേഷം മാത്രം ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക. ആ തട്ടും ചൂടായതിന് ശേഷം ഇതുപോലെ മാവ് കോരി ഒഴിച്ച് കഴിഞ്ഞാലും നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ഡലി പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇഡ്ഡലി നല്ലോണം ഇതാ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ, നല്ല ഗുണ്ടുമണി പോലെ ആകും. അപ്പോൾ ആ ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് കറക്റ്റ് നിങ്ങൾ നോക്കണേ. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിലാകുമ്പോഴാണ് ഇഡ്ഡലി വീർത്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇഡ്ഡലി റെഡിയാകും. ഒരുപാട് സമയം വെക്കരുത് കേട്ടോ. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ അത് കല്ലിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇഡ്ഡലി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഈ തട്ടിൽ നിന്ന് വിട്ട് കൊടുക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കിത് അടിക്ക് പറ്റാണ്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ചില ആൾക്കാർ ചൂടോടുകൂടി ഇത് തട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ മേലെ പച്ചവെള്ളം തളിച്ചു കൊടുക്കുന്നേ കാണാറുണ്ട്. അങ്ങനെ ചെയ്താലും നമുക്ക് എളുപ്പത്തിൽ തന്നെ മാറ്റി വെക്കാൻ പറ്റും. കണ്ടില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഇഡ്ഡലിയാണ്. ഇതിൽ അരി ചേർത്തിട്ടില്ലെന്ന് ആരും പറയില്ല. അപ്പോൾ വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനിയിപ്പോൾ അരി ഇഡ്ഡലി കഴിക്കാൻ പറ്റാത്തവർക്കും നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്